പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75-ാം ജന്മദിനത്തോടനുബന്ധിച്ച് സ്വദേശി, ആത്മനിർഭർ ഭാരത് എന്നീ പ്രമേയങ്ങളിലൂന്നിയുള്ള 2 ആഴ്ച നീളുന്ന പരിപാടിയുമായി BJP. 17-ന് ആരംഭിച്ച് ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 വരെ നീളുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന സേവാ പാക്ഷികത്തിന്റെ സംസ്ഥാന ശില്പശാല ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സേവാ പഖ്വാഡ എന്ന പേരിലായിരിക്കും പരിപാടി സംഘടിപ്പിക്കുന്നത്. ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മവാർഷികം സെപ്റ്റംബർ 25-നും മുൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ജന്മവാർഷികം ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2-നുമാണ്. ഇവ കൂടി കണക്കിലെടുത്താണ് ആഘോഷ പരിപാടികൾ ഒരുക്കിയിരിക്കുന്നത്. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനായി സ്വദേശി, ആത്മനിർഭർ ഭാരത് എന്നീ പ്രമേയങ്ങളിൽ ഊന്നിയാണ് പരിപാടികൾ. ജന്മദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന സേവാ പാക്ഷികത്തിന്റെ സംസ്ഥാന ശില്പശാല BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എത്രയോ തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കേരളത്തെ ഉദാഹരിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ജയിച്ചു കാണാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഇന്ന് രാജ്യത്തിന്റെ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീമാൻ അമിത്ഷാജി ആകട്ടെ, രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആകട്ടെ, എത്രയോ തവണ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ കേളികൊട്ടിന് വേണ്ടിയിട്ട് ഈ കേരളത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കാണാൻ സാധിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി, അദ്ദേഹം സുരേഷേട്ടൻ തൃശൂർ ജില്ലയിൽ പാർലമെന്റിൽ അദ്ദേഹം ജയിച്ചു. വെറും ജയമല്ല, 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തൃശൂരിലെ ജനത അദ്ദേഹത്തെ വിജയിപ്പിച്ചത്. മേഖലാ പ്രസിഡന്റ് N. ഹരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ, സംസ്ഥാന സെക്രട്ടറിമാരായ രേണു സുരേഷ്, പന്തളം പ്രതാപൻ, കോട്ടയം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻലാൽ എന്നിവർ സംസാരിച്ചു. BJPയുടെ സംസ്ഥാനത്തെ 30 സംഘടനാ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ശില്പശാലയിൽ പങ്കെടുത്തു. ജനം, കോട്ടയം.